ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? അവിടെ പോയി. യെസ്, ആദ്യം തന്നെ ചോദ്യം ചോദിച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ. ആഗ്രഹങ്ങൾ ഉടനെ നടക്കണം. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉടനെ നടക്കുക തന്നെ വേണം അല്ലെ. ആഗ്രഹങ്ങൾ ഉടനെ നടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചേ സന്തോഷത്തോടു കൂടി. ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ആഗ്രഹം ഉടനെ നടക്കണമെന്ന് എല്ലാവർക്കും ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ യഥാർത്ഥ ആഗ്രഹങ്ങൾ ഉള്ളവർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. രണ്ടും രണ്ടാണ്. ആഗ്രഹങ്ങൾ നടക്കണമെന്ന് പറയും, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷെ യഥാർത്ഥ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ മാത്രം ടൈപ്പ് ചെയ്യുക. യെസ്, റെഡി റെഡി റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. ഹാപ്പി ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഹാപ്പി ആൻഡ് റെഡിയാണ്. ഐ ആം ഹാപ്പി. ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ, കുട്ടി എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട്. ഹാപ്പി ആൻഡ് റെഡി. എനിക്ക് ആഗ്രഹം നടക്കണം, റെഡി, കറക്റ്റ്. ഐ എം ഹാപ്പി ആൻഡ് റെഡി, ഐ എം ഹാപ്പി ആൻഡ് റെഡി. എന്നാൽ നമുക്ക് അത് ആഗ്രഹത്തിന് പിറകെ പോകുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനം എടുക്കാറുണ്ട് അല്ലെ. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇതിനു മുമ്പ് എടുത്ത പ്രതിജ്ഞയാണ്, പലർക്കും അത് മറന്നിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരുണ്ട്, ഇവർക്കെല്ലാം ഒരു പ്രതിജ്ഞ എടുക്കണം. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മളെല്ലാം ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സത്യമായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന പോലെ നമ്മളെല്ലാം ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞേക്കരുത്. ആർക്ക് വേണ്ടി അല്ലല്ല, നോർമലി അത് അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്താ. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, അതല്ല. നമ്മൾ കുടുംബത്തിലേക്ക് പോകാം. നമ്മൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? നമ്മൾ വെട്ടിപ്പിടിക്കുന്നതും നമ്മൾ ജോലിക്ക് പോകുന്നതും നമ്മളൊക്കെ വെക്കുന്നത് ഫാമിലി എന്നൊന്നും പറയില്ല, മക്കൾക്ക് ഒറ്റയടിക്ക് പറയുള്ളൂ എല്ലാവരും അല്ലെ. എല്ലാവരും മക്കൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അല്ലെ. എന്നിട്ട് മക്കളോട് പറയുന്ന എന്താ? മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, മക്കൾക്ക് വേണ്ടി കാശുണ്ടാക്കി, മക്കൾക്ക് വേണ്ടി സ്വത്തുണ്ടാക്കി, മക്കൾക്ക് വേണ്ടി സ്വർണം മേടിച്ച്, സാരി മേടിക്കുമ്പോൾ മാത്രം മക്കൾക്ക് വാങ്ങിക്കാറില്ല, ബാക്കി എല്ലാം മേടിക്കും മക്കൾക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് അല്ലെ. എല്ലാ സാധനം മേടിക്കുമ്പോൾ എന്തപ്പോ ഞാനിപ്പോ മേടിക്കുന്നത് എന്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ അല്ലെ. സ്നേഹലത മോതിരം മേടിക്കുമ്പോൾ വിചാരിച്ചു, ഞാൻ മോതിരം മേടിച്ച് ഞാൻ ഇടും, അവസാനം ഇതെന്റെ മകൾക്ക് കൊടുക്കാമല്ലോ എനിക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇതെല്ലാവരും, എല്ലാ അച്ഛന്മാരും അമ്മമാരും ഇത് തന്നെ ചെയ്യുന്നത്. അച്ഛന്മാരും പറയില്ലെന്നേ ഉള്ളൂ, അമ്മമാരും പറയും, അച്ഛന്മാര് മനസ്സിൽ വിചാരിക്കും എന്തപ്പോ കുഴപ്പമില്ല മേടിച്ച്. അച്ഛൻ ഷർട്ട് നല്ല ഷർട്ട് മേടിക്കില്ല, നല്ല മുണ്ട് മേടിക്കില്ല, ഒന്നും മേടിക്കില്ല. എന്നിട്ട് വിചാരിക്കും ഞാൻ മേടിച്ചില്ല എന്താ, എന്റെ മകൻ നേരെ നല്ല ഇട്ട് നടന്നാൽ പോരെ, എന്റെ മകള് നല്ല ഇട്ട് പോയാൽ നടന്നാൽ പോരെ എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും അല്ലെ. എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. എന്റെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അച്ഛന് ഒരു മുണ്ടും ഒരു ഷർട്ടും ആയിരുന്നു, നല്ല ഒരു മുണ്ടും നല്ല ഷർട്ടും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം പണിക്ക് പോകുമ്പോടുന്ന അതായിരുന്നു. അവസാനം ഞാൻ വലുതായി 10ാം ക്ലാസ് ആയപ്പോ എനിക്ക് മുണ്ടും ഷർട്ടിലാക്കുമ്പോൾ ഞാൻ അതേ മുണ്ടും ഷർട്ട് ഞാൻ എടുത്തിടാൻ നോക്കുമ്പോൾ അച്ഛൻ വടിയായി, അച്ഛന് വേറെ മുണ്ടില്ലാത്ത അവസ്ഥ വന്നു. അതൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായത്. അപ്പോഴും അച്ഛൻ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. ഒക്കെ നീ അത് കൊടുത്താൽ ഞാൻ എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അച്ഛൻ മിണ്ടാതിരുന്നു. പിന്നെ ഒരു സന്ദർഭം വന്നപ്പോഴാണ്, രണ്ടാമത് മേടിച്ചപ്പോഴാണ് എനിക്കൊരു മുണ്ടും ഷർട്ടും കിട്ടിയത്. ഇങ്ങനെയാണ് അച്ഛൻ അങ്ങനെയായിരിക്കും എപ്പോഴും. പൊതുവെ അമ്മ ഒന്നും പറയില്ല, അമ്മ അറിയില്ല, അച്ഛനൊന്നും മിണ്ടില്ല, സാരമില്ല പോട്ടെ എന്ന് കരുതും. അതാണ് അച്ഛന്മാരുടെ മനസ്സ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും കണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും. പക്ഷെ നമ്മൾ രാവിലെ അവൻ എഴുന്നേക്കുന്ന അല്ലെ അവൾ എഴുന്നേക്കുന്നത് മുതൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ നമ്മൾ എന്താണ് അവനോട് പറയുന്നത് എന്ന് ഒന്ന് ആലോചിക്കാവോ? എപ്പോഴാണ് അവന്, ഇന്ന് ഞാൻ ചെറിയ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങളോടും പറഞ്ഞു തരാം. വീട്ടിലുള്ളവർ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ നിങ്ങൾ ഇന്ന് എടുക്കണം എന്ന് പറഞ്ഞിരുന്നവരോട് എന്നെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു. അതന്നെ ഇവിടുത്തെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടിലുള്ളവർ നിങ്ങളുടെ എത്ര പ്രാവശ്യം അപ്രിഷിയേറ്റ് ചെയ്യുന്നു, ആ അപ്രിഷിയേറ്റ് ചെയ്തത് ഓരോ പ്രാവശ്യവും ഓരോ പീസ് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ആ ബോക്സിൽ ഇട്ട് വെക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് പറയണം, താങ്കളെ എനിക്ക് 10 അപ്രിഷിയേഷൻ കിട്ടി, 15 അപ്രിസിയേഷൻ കിട്ടി. ഒരു മിനിറ്റ്, ഇവിടെ ഒരാൾ എന്നെ 15 അപ്രിഷിയേഷൻ കിട്ടി, 20 അപ്രിസിയേഷൻ കിട്ടി എന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് അവർക്ക് നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇന്ന് മുതൽ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ പെന്നും പേപ്പറും എടുത്തോ. ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കാം. ആ പ്രതിജ്ഞ ചെയ്തിട്ട് മാത്രം മുമ്പിലോട്ട് നമുക്ക് പോകാം. എഴുതി വെക്കണം. ഞാൻ വലിയ ആളായിപ്പോയി എന്ന് ആരും തോന്നരുത്. എന്റെ മക്കൾക്ക് ഇത് വേണ്ടാന്നൊന്നും ആരും തോന്നരുത്. എന്റെ മക്കൾ ഇപ്പൊ ചിലപ്പോ ആൾക്കാർ ചോദിക്കും, അതെ ഞാൻ എന്ത് ചെയ്തു, എന്റെ മക്കളൊക്കെ വലിയ ആൾക്കാരായില്ലേ എന്നൊക്കെ പറയുണ്ടാവും അല്ലെ. അല്ലെ, എന്നെക്കാളും വളർന്നിട്ടുണ്ടാവും എന്റെ മക്കൾ എന്നൊക്കെ ഉള്ള അത്ര ഏജൊക്കെ ഉള്ള ആൾക്കാരെ കൂടെ ഉണ്ടല്ലോ അല്ലെ. പക്ഷേ നിങ്ങളുടെ മക്കള് തന്നെയാണ്. നമ്മുടെ മക്കള് 50 ആയാലും 20 ആയാലും 70 ആയാലും നമ്മുടെ തന്നെയാണ് എന്ന്, അല്ലെങ്കിൽ നമ്മൾക്ക് അവരെപ്പോഴും മക്കളാണെന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. ഇന്ന് മുതൽ 5/1/2025 ഇന്ന് മുതൽ ഞാൻ എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുകയോ ശകാരിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വാക്ക് ശരിക്കും ഉപയോഗിക്കുക. ഇന്നു മുതൽ ഞാൻ എൻ്റെ മക്കളെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് എഴുതി വെക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, കുറ്റപ്പെടുത്തലും ശകാരിക്കലും പാടില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾ അവരോട് ആശയവിനിമയം നടത്താം, അവരുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ സംസാരിക്കാം. കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്താൻ നിങ്ങൾ പെർഫെക്റ്റ് ആണോ? അല്ല. അവർ പെർഫെക്റ്റ് ആണോ? അല്ല. ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഞാൻ പെർഫെക്റ്റ് ആണോ? ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കുറ്റപ്പെടുത്താനും അധികാരമില്ല. ഇനി നമുക്ക് അവര് ഡിസ്കഷനിലൂടെ ആശയവിനിമയങ്ങളിലൂടെ ഇങ്ങനെയാണ് ശരി, ഇങ്ങനെയാണ് തെറ്റ് എന്ന് പറയാം. തെറ്റും ശരിയും ആപേക്ഷികമാണ്, അതും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നിങ്ങൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് മക്കളെ ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞു കൊടുക്കാം. ഡിസിഷൻ അവരെടുക്കട്ടെ. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. വിട്ടു കൊടുക്കുക. അവരനുഭവത്തിൽ നിന്ന് പഠിക്കും. ഒന്നും സംഭവിക്കില്ല. അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ ഭൂമി പിളർന്നു പോവുകയൊന്നുമില്ല. അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ അവരെ നിങ്ങൾ അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അഭിനന്ദിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത് ദയവ് ചെയ്ത്. കാരണം അത് താങ്ങാൻ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളും ഇങ്ങനെ ആയിപ്പോയതെന്ന് ഓർക്കുക. നിങ്ങളുടെ അച്ഛനമ്മമാർ ഇത് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ട എന്ന് റിക്വസ്റ്റ് ആണ് എല്ലാവരും. എല്ലാവരും എഗ്രി ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം. ഓക്കെ, നൗ ആഗ്രഹങ്ങൾ ഉടനെ നടക്കണം അല്ലെ. പെട്ടെന്ന് നമുക്ക് ആഗ്രഹങ്ങൾ നടക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹം. അതിനുവേണ്ടി പല ടെക്നിക്കുകളും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ടെക്നിക്കുകളെല്ലാം എല്ലാവർക്കും ഫലിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചിലവർ പറഞ്ഞു, നേരത്തെ സ്നേഹ പറഞ്ഞ പോലെ, ഞാൻ സാറ് മോതിരത്തിന്റെ ടെക്നിക്ക് പറഞ്ഞു തന്നു, ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു തന്നു. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചത്, സാറേ ആ മോതിരത്തിന്റെ ടെക്നിക്ക് ഒന്ന് പറഞ്ഞു തരുമോ വെച്ചാൽ പറഞ്ഞു തരില്ല. ഒപ്പം തന്നെ വരും മെസ്സേജ് എനിക്ക്, സാറേ ആ മോതിരത്തിന്റെ ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. അത് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് യൂട്യൂബിൽ ഓൾറെഡി ഞാൻ അത് യൂട്യൂബിൽ ഇല്ല കേട്ടോ. അതിന് നിങ്ങൾ പൈസ ചെലവാക്കി എന്റെ കോഴ്സിൽ തന്നെ വരണം, അല്ലെങ്കിൽ പറഞ്ഞു തരില്ല. ചോദിച്ചേക്കരുത്. ഇന്നലെ 34 മെസ്സേജാണ് വന്നത്. വിഷൻ ബോർഡ് ഒന്ന് പറഞ്ഞു തരാം സാറേ, ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു വാക്കിലോ 2 വാക്കിലോ പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. 10-15 ദിവസത്തെ ക്ലാസ് ആണ്. ഞാൻ എങ്ങനെ പറഞ്ഞു തരും? നിങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കൂല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത്രയും വലിയതാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ പറയണ്ട, വാട്സപ്പിൽ പറയണം. പിന്നെ അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്ക് നമ്മുടെ ഏതോ ഒരു സാധനം വളരണ്ടേ. അപ്പോ ലെറ്റ് മീ ഏബിൾ ടു ഫുൾഫിൽ മൈ പ്ലഡ്ജ്. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മൾ ആഗ്രഹങ്ങൾ നടക്കാത്തതിന്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ ലൈഫുമായി, നമ്മളുടെ യഥാർത്ഥ നമ്മളുമായി കണക്ട് ചെയ്യാതിരുന്നാൽ നടക്കില്ല. നേരത്തെ ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ആള് പറഞ്ഞു, മോതിര ടെക്നിക്ക് ഉപയോഗിക്കാൻ പോയപ്പോ
ആദ്യം ഞാൻ ഫ്രണ്ടിന്റെ മോതിരം വാങ്ങിച്ച് ഉപയോഗിച്ചു. പക്ഷെ ആ മോതിരം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ കടയിൽ പോയി വാങ്ങിച്ചു വന്ന് ഉപയോഗിച്ചപ്പോഴാണ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതിൽ നിന്നും? നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തി ചെയ്യുക തന്നെ വേണം. ഷോർട്ട് കട്ടുകൾ ഇല്ല ലൈഫിൽ. വർക്ക് ചെയ്യില്ല. വളരെ കൃത്യമായി ഇതാണ് വർക്ക് ചെയ്യില്ല. നമ്മൾ അതിനെ കൃത്യം അറിഞ്ഞ് ഇത് എന്റേതാണ്, ഞാൻ മറ്റവനോട് കടം മേടിച്ചിട്ടൊരു മോതിരം എന്റെ കയ്യിലിട്ടാൽ ഞാൻ ആദ്യം മോതിരം ഇട്ടതിന്റെ ആ ഇന്റൻഷൻ അല്ല ഓർക്കുക, ആ ലക്ഷ്യമല്ല ഞാൻ ഓർക്കുക. ചേടാ ഇത് അവളുടെ മോതിരമാണല്ലോ, തിരിച്ചു കൊടുക്കണമെന്നാണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? കടം എന്ന് പറയുന്ന ബാധ്യതയായ മെന്റാലിറ്റിയിലേക്ക് പോകും. മനസ്സ് ഓട്ടോമാറ്റിക് ബാധ്യതയായ മെന്റാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ലക്ഷ്യം സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം മൈൻഡ് ഓൾറെഡി അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഇതിവിടെ ഉദാഹരണമായി പറഞ്ഞത്. ഇങ്ങനെയാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോ വ്യക്തമായ ലക്ഷ്യം നമുക്കുണ്ടായാൽ മാത്രമേ നമുക്കിത് സാധ്യമാകുള്ളൂ. അപ്പൊ വ്യക്തമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കാർ ഓടിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാൾ കാറിൽ കയറാതിരുന്നാൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഒരിക്കലും നടക്കാൻ പോകുന്നേയില്ല. അതുപോലെയാണ് പലരും ആഗ്രഹങ്ങളെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നടക്കില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആഗ്രഹം ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടോ? ഇല്ലായിരിക്കും. ഉണ്ടെങ്കിൽ അങ്ങനെ വരില്ല. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുകയില്ല. അത് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് വേണ്ടതിന് എഴുതി വെക്കൂ. ഇന്നതാണ് എനിക്ക് ആവശ്യമെന്ന് മുമ്പേ എഴുതി വെക്കൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് അപ്പൊ കണ്ടവനെ എന്താ പറയില്ലേ, അങ്ങനെ ഒരു പേര് പറഞ്ഞു. അതുപോലെ ഇപ്പൊ അത് വേണം എന്നാ പിന്നെ ഇതൊന്ന് 1 to 1 അല്ലെങ്കിൽ ടെക്നിക് ഉപയോഗിച്ചാൽ മോതിരിട്ട് കളയാം, അല്ലെങ്കിൽ സാറ് പറഞ്ഞത് അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. അതിന്റെ തീവ്രത ഉണ്ടാവണം. പണ്ടൊരാൾ എന്നോട് ക്ലാസ്സിൽ വന്നിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ പറയാം, ചിലപ്പോൾ നാളെ യൂട്യൂബ് വീഡിയോ കാണാൻ ഒറ്റ കാര്യമായിരുന്നു. സാറ് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണം. എന്തിനാ? ഓക്കെ പഠിച്ചോളൂ സാർ. എത്ര ഫീസ്? 5000. ഓക്കെ അടച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്തിനാ പഠിക്കണം? ഞാൻ ഇന്നലെ ആ വഴിക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ട് എനിക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അതിന് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക് പറഞ്ഞത്. ഞാൻ ആകെ വണ്ടടിച്ച് പൈസ അടച്ചു. പൈസ അടച്ചിട്ട് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇന്നലെ ഞാൻ കണ്ടു ആ കുട്ടീനെ കല്യാണം കഴിക്കണം. ഓക്കെ ശരി, സമ്മതിച്ചു. ആരാ അവള്? അതൊന്നും എനിക്കറിയില്ല. എവിടെയാ വീട്? അതും എനിക്കറിയില്ല. എവിടെ കണ്ടു? ഞാൻ ഇന്നലെ ബസ് ഇറങ്ങി, അവള് ഞാൻ സ്കൂട്ടറിൽ ബൈക്കിൽ പോകുമ്പോ ബസ് ഇറങ്ങി പോകുന്നുണ്ട്. എനിക്ക് കല്യാണം. എടാ മാവി, അവള് എല്ലാം കല്യാണം കഴിച്ചിട്ട് വേറെ കുഞ്ഞു കുട്ടികളുണ്ടെന്ന് നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല. നീ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക് ചെയ്തിട്ട് ആ കുടുംബം തകർക്കണ്ടേ? ചിലപ്പോ വർക്ക് ചെയ്യായിരിക്കും, കുടുംബം തകർന്നു പോകൂലേ? എന്താ ചെയ്യാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ തമാശ രൂപേണ ഈ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇതിന് മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഏത് പ്രാക്ടീസ് ചെയ്യുന്നോ അതിനു മുമ്പ് മനസ്സിനെ സ്വസ്ഥമാക്കൂ. ഏതാണ് ശരി തെറ്റ് എന്ന് തിരിച്ചറിയൂ. നെഗറ്റീവ് കാര്യങ്ങൾ, മനസ്സിലെ നെഗറ്റീവിനെ ഒഴിവാക്കൂ. മനസ്സിലെ ഇതൊക്കെ മാലിന്യങ്ങളല്ലേ? ചിന്തിക്കാതെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളെ. എടുത്തു ചാട്ടമെന്ന മാലിന്യമല്ലേ? ഇതിനെ ഒഴിവാക്കി മനസ്സിനെ ശാന്തതപ്പെടുത്തൂ. എന്നിട്ട് ചിന്തിക്കൂ. എന്നിട്ട് വേണ്ടത് എന്താണെന്ന് എഴുതി വെക്കൂ. എന്നിട്ട് അതിലേക്ക് പോകും. ഒരു സുപ്രഭാതത്തിൽ വഴി പെട്ടെന്ന് കാണുന്ന ഒരാൾ കല്യാണം കഴിക്കാനോ കല്യാണം കഴിക്കലെന്ന് പറഞ്ഞാൽ അല്ലല്ലോ. വലിയ പ്രോസസ്സാണത്. ഇത് ചെയ്യാൻ ആൾക്കാർക്ക് സമയമില്ല, സന്ദർഭമില്ല. ഇന്ന് ഞാൻ നേരത്തെ കുട്ടികളെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ ആർക്കൊക്കെ പറ്റും? സാർ 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. അമ്മ അപ്പോഴേക്ക് ഞാൻ ഒരു കുട്ടിയോട് ചോദിക്കുകയാണേ, മോനെ ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റുമോ നിനക്ക് എല്ലാ ദിവസവും എന്ന് ചോദിക്കുമ്പോ അവൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ അമ്മ ചാടിക്കേറി പറയാം, സാറേ 1 മിനിറ്റ് എന്റെ മകൻ വെറുതെ ഇരിക്കില്ല. അവൻ ഫുൾ ടൈം പഠിത്താണ്, ഫുൾ ടൈം പഠിക്കണം. 10 മിനിറ്റ് വെറുതെ ഇരിക്കാൻ അവന് പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഓടിക്കാം, അമ്മ ഓടിക്കാം, നിൽക്കരുത്, ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കരുത്. എന്താ 10 മിനിറ്റ് എന്റെ മോൻ വെറുതെ ഇരിക്കും, ഫുൾ ടൈം പഠിക്കും? ഇതെന്താ ഇതാണോ? എന്താ എഞ്ചിനാണോ ഈ പഠിത്തം 24 മണിക്കൂറും ചെയ്യാൻ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അച്ഛനമ്മമാരില്ലേ? അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ഈ ചെയ്യുന്നതെന്നൊന്നും ബോധത്തോടെ പോലും അവരെ ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ ദയവ് ക്ഷമിക്കണേ, പേരും കാര്യങ്ങളൊന്നും പറയില്ല. അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല കുട്ടികളെ കേട്ടോ. ആരെയും പറ്റില്ല, നമുക്കും പറ്റില്ല. അപ്പൊ വ്യക്തമായ ലക്ഷ്യബോധം, ആദ്യം ലക്ഷ്യബോധം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. ഇന്നൊരാള് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചാണ്, സാറിന് ഏത് കോഴ്സ് എടുക്കാൻ ഞാൻ തയ്യാറാണ്, ഏത് കോഴ്സ് എത്ര പൈസ എടുക്കാൻ തയ്യാറാണ് സാർ, ഒരു കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി തരണം.
എത്ര ദിവസം കൊണ്ട് ഞാൻ മാറും, എത്ര ദിവസം കൊണ്ട് ഞാൻ നന്നാവും എന്ന് സാറ് ഗ്യാരണ്ടി തരണം, വന്നോളാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ കോഴ്സേ എൻ്റെ അടുത്തില്ല, നിങ്ങൾ വരികയും വേണ്ട. ഇത് പബ്ലിക്കായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നവർ പറയാണ്, നിങ്ങൾ എത്ര ദിവസം കൊണ്ട് മാറും എന്ന് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ ഒരു കോഴ്സും എൻ്റെ കയ്യിലില്ല എന്നാണ്. കാരണം എനിക്കത് സാധിക്കില്ല. നിങ്ങൾക്ക് മാറണോ, നിങ്ങൾ മാത്രം തീരുമാനിക്കണം, മറ്റൊരാൾക്കും പറ്റില്ല. എനിക്ക് വഴികൾ പറഞ്ഞു തരാൻ പറ്റും. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എനിക്കിവിടെ വഴികൾ പോകണം. എങ്ങനെ വഴികൾ? ഞാൻ നടന്നു പോയ വഴികൾ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും. അതിങ്ങനെ വിശാലമായി പറയാൻ പറ്റും, അത് പറഞ്ഞു തരാൻ പറ്റും. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും 100%. അതല്ലാതെ 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഇതുപോലെ എന്നെ പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് ആ കഴിവില്ല. എനിക്ക് അത്ര എന്റെ കാര്യം പറയും, എനിക്ക് നിങ്ങളെ കഴിവില്ല. നിങ്ങൾ എല്ലാ കാര്യവും, പക്ഷെ നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് മാറ്റപ്പെടുന്ന ഗണിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ ജ്യോതിഷനല്ല, അല്ലെങ്കിൽ മറ്റേ അല്ല, സിമ്പിൾ ആയിട്ടുള്ള സാധാ മനുഷ്യനാണ്. മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഫോളോ ചെയ്താൽ മാറും, 100% ഗ്യാരണ്ടിയാണ്. ഫോളോ നിങ്ങൾ കൃത്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തരം മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റാത്തിടത്തോളം കാലം ഒരു ലക്ഷ്യവും വർക്ക് ചെയ്യാൻ പോണില്ല. അപ്പോൾ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, മനസ്സിലെ നമ്മുടെ പാകപ്പെടുത്ത മൈൻഡ് ട്യൂണിങ് ചെയ്യണമെങ്കിൽ കൃത്യമായി നിങ്ങൾ തയ്യാറാവണം. അതിന് നമ്മൾ കൊടുക്കുന്ന കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ്. എല്ലാവരും അൺകണ്ടീഷണൽ ആയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ പ്രോസസ്സിൽ ആദ്യം കടന്നു വരൂ, എന്നിട്ട് നിങ്ങൾ നേടേണ്ടതിന് നേടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബലം ഒന്നും ഉണ്ടാവില്ല, കുറ്റപ്പെടുത്താൻ തോന്നില്ല, കുറ്റപ്പെടുത്തൽ ഉണ്ടാവില്ല, പിന്നെ അത് സംഭവമേ ഉണ്ടാവില്ല നമ്മളിൽ. പിന്നെ അത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായി ലക്ഷ്യം നിർണ്ണയിക്കുക തന്നെ വേണം. പിന്നെ ക്ലാരിറ്റി ഉണ്ടാവും ലക്ഷ്യത്തിന്. പിന്നെ വാങ്ങിക്കണം, ബെൻസ് മേടിക്കണം എന്ന് ആദ്യം വരുന്നവൻ പിന്നെ പറയും, ഇപ്പൊ എനിക്ക് ബെൻസ് വേണ്ട, തൽക്കാലം എന്റെ യാത്രാ സൗകര്യത്തിന് എനിക്ക് വാഗനർ മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കാശ് കൊണ്ട് വേറെ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ ബെൻസ് മേടിച്ചോളാം എന്ന് പറയും. ഇപ്പൊ എന്റെ സാറേ, എന്റെ 40 ലക്ഷം ഉണ്ട്, ഞാൻ പോയി 40 ലക്ഷം കൂടി ലോൺ ഇട്ടിട്ട് ഒരു ബെൻസ് മേടിച്ചാൽ എന്റെ വില എവിടെ എത്തും? അടിപൊളി ഉയരും അല്ലെ. 40 ലക്ഷം കയ്യിലുള്ളത് ബെൻസ് കൊടുത്ത് 40 ലക്ഷം കടുവായി. പിന്നെ വില കൂടുവോ കുറയോ? നമ്മുടെ വില കൂടുവോ കുറയോ? ഒന്ന് ആലോചിച്ച് നോക്കി, ടൈപ്പ് ചെയ്തെങ്കില് വില കൂടുവോ കുറയോ? 40 ലക്ഷം കയ്യിലുണ്ട്, എനിക്ക് എന്റെ വില കൂട്ടാനായിട്ട് 40 ലക്ഷം കൂടി ആഡ് ചെയ്ത് 80 ലക്ഷത്തിന് ബെൻസ് മേടിച്ചു കൊണ്ടുവച്ചു. നമുക്ക് വില കൂടുവോ കുറയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ശ്രദ്ധിക്കുക, ഇത് ബിസിനസ് ക്ലാസ്സിലൊക്കെ കൃത്യമായി പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനെ ആരും പോരുത്. പക്ഷെ 40 ലക്ഷം കയ്യിലുണ്ടായിട്ട് 35 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും, 5 ലക്ഷം കൊടുത്തിട്ട് വാഗനർ മേടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വില ഓട്ടോമാറ്റിക് കൂടിക്കും. അത് ശ്രദ്ധിക്കണം. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ലൈഫിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതേ ഉള്ളൂ, നമ്മൾ ലക്ഷ്യബോധമില്ലാതെ, തീരുമാനമില്ലാതെ കല്യാണം മകളെ നടത്തി എന്ന് പറയുന്നത് എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. അതുകൊണ്ട് കടം മേടിച്ചിട്ടായാലും ശരി, മകൻ മരുമകൻ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല, പക്ഷെ എന്നാൽ എന്റെ വില അനുസരിച്ച് അല്ലെ, എന്റെ കുടുംബത്തിന്റെ വില അനുസരിച്ച്, എന്റെ സമൂഹത്തിന്റെ വില വെച്ച് ഒരു 40 പവൻ 50 പവൻ കൊടുക്കാതെ എങ്ങനെ വിടും? എന്നിട്ട് ബാങ്കിൽ കയറി പോയി കംപ്ലീറ്റ് ലോൺ മേടിച്ച് മക്കൾക്ക് കൊടുത്തു. അവസാനം കൊടുത്ത അവക്കും അവിടെ സമാധാനമില്ല, മേടിച്ചു കൊടുത്ത നമുക്കും സമാധാനമില്ല. കല്യാണം ഒരു 100 1000 2000 ആൾക്കാർ വിളിച്ചു നടത്തേണ്ട കല്യാണത്തിന് ഗംഭീരമായി ഒരു എന്താ പറയുക 25 ലക്ഷം രൂപ ചെലവാക്കി കല്യാണ സദ്യ നടത്തി. അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവനവനെ അറിയുക, അറിഞ്ഞു ചെയ്യുക. അപ്പോൾ ഇത് ലക്ഷ്യബോധമുള്ളവൻ അത് ചെയ്യില്ല. ലക്ഷ്യബോധമുള്ളവൻ അത് ചെയ്യില്ല. അതിനനുസരിച്ച് എന്റെ ലക്ഷ്യം ഇത്രയാണ്, ഇന്നത്തെ കാര്യങ്ങൾക്ക് ഇന്നു വേണമെന്ന് പറയുന്നത്, അതിന് പറയുന്ന പേരാണ് ഗോൾ സെറ്റിങ്സ്. ഞാൻ എപ്പോഴും നിങ്ങൾ നിർബന്ധിക്കുന്നു, വരൂ വരൂ, നിങ്ങൾ ഇത് സെറ്റ് ചെയ്യൂ, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കൂ. കഴിഞ്ഞ പ്രാവശ്യം മിഷൻ ബോർഡിൽ വന്ന ആൾക്ക് ഒന്നും മനസ്സിലായില്ല, എന്നിട്ട് പോയിട്ട് പറഞ്ഞു, ഈ സാർ ഒന്നും പഠിപ്പിച്ച് ശരിയാകുന്നില്ല, സാറിന് പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാതിരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ അറിയില്ല പറയുന്ന ആൾക്കാർ, ഓക്കെ, നോ പ്രോബ്ലം, അത് പറഞ്ഞോട്ടെ, ആവശ്യം. അപ്പോ ലക്ഷ്യമുണ്ടായ ആൾക്കാർക്ക് ഇത് പോകും. ഇനി അതിന് ലക്ഷ്യം എഴുതി വെച്ചാൽ മാത്രം പോരാ, ലക്ഷ്യത്തെ ദൃശ്യവൽക്കരിക്കാൻ, കാണാനും അറിയാനും അനുഭവിക്കാനും നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തു, അവർക്കോട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചെടുത്തു, ഈ സാധനത്തെ കാണുന്നത് എങ്ങനെ, ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലായത് ചെയ്യാൻ പറ്റും. അപ്പൊ എഴുതി വെച്ച ലക്ഷ്യത്തെ നമുക്ക് കാണാൻ പറ്റണം. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു, എൻവലപ്പ് ടെക്നിക്ക് ഉപയോഗിച്ചു, എഴുതി വെച്ചു, എല്ലാ കാര്യം ചെയ്തു വെച്ചു.
പക്ഷെ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. ജോലി വേണമെന്ന് കരുതി ജോലിയെ പറ്റി ആലോചിച്ചു. ആ ജോലി, ഇന്ന ജോലി ഇത്ര രൂപ ശമ്പളത്തിൽ വേണം എന്നൊക്കെ സാറ് പറഞ്ഞ പോലെ എഴുതി വെച്ചു. എല്ലാം കൃത്യമായി എഴുതി റെഡിയാക്കി വെച്ചു. പക്ഷെ ആ ജോലിയെ പറ്റിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ആ ജോലി ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എങ്കിൽ നടക്കുമോ? അത് സംഭവിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. ഇതിനെ മുൻകൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും വിഷൻ ബോർഡ് എന്ന് പറയുന്ന സാധനത്തിലൂടെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയവരെല്ലാവരുടെയും വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വിഷൻ ബോർഡ് ഉണ്ടായിട്ടുണ്ട്. അവർ സെറ്റ് ചെയ്ത് വെച്ചത് മാത്രമേ സംഭവിച്ചു. മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കുന്നത്, നമ്മുടെക്ക് വേണ്ട സംഭവത്തെ നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന കാര്യത്തിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടു, അതിനെ നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ പുറത്തെടുത്ത് വെക്കുന്നു. ഇതാണ് വിഷൻ ബോർഡ്. അത് അതേപോലെ സംഭവിക്കും. ഞാൻ പലപ്പോഴും പറയും, എന്റെ വിഷൻ ബോർഡ് ഞാൻ എടുത്തു, ഞാൻ ഇതൊക്കെ എങ്ങനെയോടോ സംഭവിക്കുന്നത്. ഞാൻ തന്നെ ഇരുന്നാലും എങ്ങനെയാ ഇതൊക്കെ സംഭവിക്കും? ഒന്നുമില്ല, ആർക്കും അറിയില്ല. അതാ സമയത്ത് അങ്ങ് കണക്ട് ചെയ്തങ്ങ് വരികയാണ്. ചില സമയത്ത് ചിലതായിട്ട്. അപ്പോ ഇത് സംഭവിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്ത. ഇതിപ്പോ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണ് പ്രോസസ്സ്, പക്ഷെ സമയമെടുക്കും. ഈ സമയം എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് 20-20 മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതേ സാധനം ഇപ്പൊ പറഞ്ഞ ഇതേ സാധനത്തെ ഞാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ രൂപത്തിൽ ഉണ്ടാക്കി തന്നതാണ് 20-20 മെഡിറ്റേഷൻ. വന്നവരുണ്ടല്ലോ, അനുഭവിച്ചവരുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ ആളും പറഞ്ഞതൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് ലൈഫ് എങ്ങനെ മാറി എന്നുള്ള. ഇത്രയും സമയം ഇപ്പൊ പറഞ്ഞ സാധനങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനില്ല, ഒന്നുമില്ല. ഒന്നോ രണ്ടോ കാര്യങ്ങളേ ഉള്ളൂ. വിഷൻ ബോർഡ് നമ്മൾ 20-20 എത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റും. ഞാൻ എന്തിനാ ഇപ്പൊ ഈ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇത് എന്തൊക്കെയാണെന്ന് കൺഫ്യൂഷൻസ് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചോ? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? നിങ്ങൾ ആ ലക്ഷ്യം മുന്നിൽ നിർത്തി അത് കണ്ടിട്ട് മെഡിറ്റേറ്റ് ചെയ്യൂ. അത് നിങ്ങളുടെ ലൈഫിൽ ഉടനടി തന്നെ സംഭവിച്ചിരിക്കും. ഉടനടി സംഭവിച്ചിരിക്കും. യാതൊരു തർക്കമില്ല. ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം മറക്കരുത്, മൈൻഡ് മാക്സിമം ക്ലിയർ ആക്കിയാൽ മാത്രമേ ഇതിന് പോകാൻ പറ്റുള്ളൂ മനസ്സിലൂടെ. അത് കഴിഞ്ഞാൽ സംഭവമായിട്ട് നടന്നിരിക്കും. അപ്പോ നമ്മൾ ഇന്നലത്തെ ടെക്നിക്ക് നിങ്ങൾ എത്ര പേര് ഉപയോഗിച്ചു? ഇന്നലെ ഞാൻ പറഞ്ഞ ടെക്നിക്ക് വെറും 60 സെക്കൻഡ് മാത്രമേ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ആർക്കെങ്കിലും ഹാപ്പി ന്യൂസ് പറയാനുണ്ടോ? ഒരു കുട്ടിയും പറഞ്ഞില്ല. ഇന്നലെ ഞാൻ ഇത്രയും പവർഫുൾ ആയ ഒരു ടെക്നിക്ക് തന്നിട്ട് 60 സെക്കൻഡ് നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ എത്ര പേർക്ക് പറ്റി? ഇന്നലെ പഠിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചതൊക്കെ ഉപയോഗിക്കാൻ തയ്യാറാണോ നിങ്ങളോട് ഇരിക്കുന്നത്? അല്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വെറും 60 സെക്കൻഡ് അല്ലേ വേണ്ടി വന്നുള്ളൂ. പറ്റിയവരുണ്ടാവും, പക്ഷെ റിസൾട്ട് വേണ്ട റിസൾട്ടാണ്. എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല? ലക്ഷ്യം കൃത്യമാണെങ്കിൽ റിസൾട്ട് പറയാനുണ്ടോ നമുക്ക് ലാസ്റ്റ്. വെരി ഗുഡ്, താങ്ക് യു. പറയാനുണ്ടെന്ന് ഒരാളെയും പറഞ്ഞല്ലോ, ഉപയോഗിച്ചത്. വെരി ഗുഡ്. ഞാൻ അത്രയും ലളിതമായിട്ടാണ് ഇതിനെ പറഞ്ഞത്. വളരെ ലളിതമാണ്. ഇനിയിപ്പോ എല്ലാ ദിവസവും ഉപയോഗിച്ചോളൂ. അത് എല്ലാ ദിവസവും ഉപയോഗിച്ചോളൂ. 60 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ശരീരം പൂർണ്ണമായി വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? എനർജിയിലാണ്. നമ്മുടെ എല്ലാം എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ എനർജി, നമ്മുടെ ശരീരത്തിന്റെ എനർജിക്ക് നമ്മൾ 100 ആൻഡ് സംതിങ് ചക്രാസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ബോഡിയിലുണ്ട്. അത് ഓരോ ട്രാൻസ്ഫോമറുകൾ, സിമ്പിൾ ട്രാൻസ്ഫോമർ. നമുക്കറിയാലോ, വീട്ടിലേക്ക് കറണ്ട് വരുന്നതിന് ട്രാൻസ്ഫോമർ വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എത്ര പേർക്ക് അറിയാം വീട്ടിൽ കറണ്ട് വരുന്നത് ട്രാൻസ്ഫോമർ വഴിയാണ്? അറിയാത്തവരുണ്ടല്ലേ. എന്നാൽ അറിയാത്തവരോട് പറയാണ്, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. വീട്ടിലേക്ക് കറണ്ട് കിട്ടണമെങ്കിൽ പല ട്രാൻസ്ഫോമറുകളിൽ കയറി കറണ്ട് വരുമ്പോഴാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ട്രാൻസ്ഫോമറുകളുണ്ട്. നമ്മുടെ എനർജിയെ കൃത്യമായി, കൈകൾ കൊടുക്കേണ്ട എനർജിയെ കാലിൽ കൊടുക്കേണ്ട എനർജി ആവാതിരിക്കാൻ കറക്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിലാണ് നമ്മുടെ ചക്രാസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഫോക്കസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 7 ചക്രാസാണ്. 7 ചക്രയും ബാലൻസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചക്രയും ഓട്ടോമാറ്റിക് അതിനോട് ബാലൻസ് ആവും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അതിനെ പറ്റിയൊരു സിസ്റ്റം. അപ്പൊ 7 ചക്ര, നമ്മുടെ എനർജി കൃത്യമായി ബാലൻസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബാലൻസിങ് നടക്കുകയുള്ളൂ.
അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ ഉദാഹരണം മാത്രം പറയാം. നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് വിങ്ങി വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറയാൻ വേണ്ടി നാവ് തുറന്നാൽ മറ്റെന്തോ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് കേൾക്കുന്നവനും മനസ്സിലാവില്ല, പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവസാനം നിങ്ങൾ പ്രശ്നോടാ ഇത് പറയേണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇതെവിടെയാണ് വിഷയം വരുന്നത്? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കൃത്യമായ ആശയമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പറയുമ്പോൾ സംഭവം കയ്യിൽ നിന്ന് വിട്ടുപോയി. അല്ലെ? ഇത് സംഭവിക്കുന്നത് ഞാൻ ഉദാഹരണം മാത്രമാണ്. ഒരു ചക്രയുടെ വിഷയമാണിത്. നമുക്ക് വിശുദ്ധി ചക്ര എന്ന് പറയുന്ന നമ്മുടെ തോട്ട് ചക്ര എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ആശയങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അതിന്റെ വിഷയമാണ്. അതിന് ശരിയാക്കി കഴിഞ്ഞാൽ ആ സംഭവം നടക്കും. ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഞാൻ കടന്നു വന്ന പ്രോസസ്സാണ്. ത്രോട്ട് ചക്രയിൽ ഞാൻ എപ്പോഴാണ് ഫോക്കസ് ചെയ്ത് അതിനുശേഷമാണ് എനിക്കിങ്ങനെ സ്പോണ്ടിനിയസ് ആയി സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയും, പകുതി കാര്യം വിഴുങ്ങും, പകുതി പറയും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നതിനെ സംബന്ധിച്ച് ഫുള്ളായിട്ട് വരുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലുമുണ്ട്. ശരീരം അസുഖമുണ്ടോ, നിങ്ങൾക്ക് ഉറക്ക കൂടുതലുണ്ടോ, ക്ഷീണമുണ്ടോ, ഓരോ ചക്രയുടെ വിഷയമാണ്. വയറ്റിൽ അസുഖമുണ്ടോ, ഭക്ഷണം കഴിച്ച ഒന്നും ദഹിക്കുന്നില്ലേ, കൃത്യമായ ഗ്യാസ്ട്രിക് അസുഖങ്ങളുണ്ടോ, ബേസ്ഡ് ഓൺ ചക്രയാണ്. ഇതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞെടുത്തൊന്നും അല്ല, നിങ്ങൾക്ക് അതിനപ്പുറത്തേക്കായി നിങ്ങൾ അൾട്ടിമേറ്റ് ഒറിജിനാലിലേക്ക് നിങ്ങൾ വളരും. പക്ഷെ പ്രോസസ്സാണ്. ഇന്ന് ദാ പിടിച്ചോ 1 2 3 ചക്ര ബാലൻസ് ആവില്ല, അല്ലെങ്കിൽ 7 വരെ 1 2 3 4 5 6 7 ആ 7 ചക്രയും ബാലൻസ് ആയി നടക്കൂല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചക്ര എടുക്കാൻ പറ്റില്ല. കാരണം ചക്രയിലേക്ക് നമുക്ക് ആർക്കും പോയി തൊടാനും പറ്റില്ല. അതിനെ നിരന്തരമായ സാധനാ കർമ്മങ്ങളിലൂടെ, ക്ലൻസിങ്ങിലൂടെ, കുറെ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ മാത്രമേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം. എന്താണ് 7 എലിമെന്റ്സ്? 7 തത്വങ്ങളിലൂടെ 7 ചക്രാസിലേക്ക് കണക്ട് ചെയ്യും. 7 ദിവസങ്ങൾ, ആഴ്ചയിലെ 7 ദിവസങ്ങളെയും എടുത്ത് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയും ആ എലിമെന്റ്സുമായി കണക്ട് ചെയ്ത് ആ ചക്രസിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ ട്രിപ്പിൾ ബെനിഫിറ്റ് ആണ്. എന്തെങ്കിലും കിട്ടുന്നതിന് ഒരു 3 ടൈംസ് ബെനിഫിറ്റ് ആണ്. ഒരു ദിവസം നമ്മൾ ഏത് ചക്രയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ചക്ക്, ശനിയാഴ്ചക്ക്, ഞായറാഴ്ചക്ക് ഓരോ ദൈവവുമായിട്ട് ഓരോ ചക്രയുമായി കണക്റ്റഡ് ആണ്. ആ ചക്രയുമായി കണക്ട് ചെയ്ത് അതേ ദിവസം ചെയ്യുമ്പോൾ അതിന് 3 ബെനിഫിറ്റ് കിട്ടുന്നത്. ആ 3 ബെനിഫിറ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചക്ര മെഡിറ്റേഷൻ. ഞാൻ ചക്ര മെഡിറ്റേഷൻ പേര് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ, ഞാൻ 7 എലിമെന്റ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ 7 എലിമെന്റ്സിനെ ബാലൻസ് ചെയ്യാൻ ചക്രയിലൂടെ നമ്മൾ ശ്രമിക്കുന്നു. 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ ഈ ആഴ്ച വരുന്നുണ്ട് കേട്ടോ. ഈ ആഴ്ച നമുക്കത് ചെയ്യുന്നുണ്ട്. പക്ഷെ 2020 ചെയ്തവർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഡ്മിനെ വിളിച്ച് ഡീറ്റെയിൽസ് എടുത്താൽ മതി, കൂടുതൽ കിട്ടും. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞു എത്രയേ ഉള്ളൂ. ഇതിപ്പോ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിത് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ ഇത്തരം പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം. കുറേ ദിവസം നിങ്ങൾക്ക് സാറിന്റെ ക്ലാസ്സിൽ മോട്ടിവേഷൻ ഉണ്ട്, ശരിയാണ്, എല്ലാം റെഡിയാണ്, നിങ്ങൾ സൂപ്പറാണ്. പക്ഷെ നിങ്ങൾ അടുത്ത തലങ്ങളിലേക്ക് പോകണം. ഇവിടെ നിന്നാ പോരാ. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലൈന്റ് മോഡിൽ നിന്നും കോംപ്ലിമെന്റ് മോഡിലേക്ക്, എപ്പോഴും പരാതി പറയുന്നതിൽ നിന്നും എപ്പോഴും നല്ലത് പറയുന്ന അവസ്ഥയിലേക്ക്, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, കോംപ്ലിമെന്റ് മോഡ് അല്ലെ? ഇപ്പോഴെല്ലാവരും നിങ്ങളെ പറ്റി പരാതി പറയും, നിങ്ങൾ നിങ്ങളെ പറ്റി പരാതി പറയുകയും മറ്റുള്ളവർ നിങ്ങളെ പറ്റി പരാതി പറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും എല്ലാവരും നിങ്ങളെ പറ്റി, നിങ്ങൾ എല്ലാവരെ പറ്റിയും കോംപ്ലിമെന്റ്, അഭിനന്ദനങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും അത് ആഗ്രഹമുണ്ടോ? വേണ്ടില്ലയോ? ഉള്ളവർ ടൈപ്പ് ചെയ്ത്, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത്. എല്ലാവരും നിങ്ങൾ നല്ലത് പറയുന്നത് അഭിനന്ദിക്കാൻ. ഞാൻ കൊച്ചുകുട്ടികൾക്ക് കൊടുത്ത ടെസ്റ്റാണെന്ന് കേട്ടോ. ഇതിനൊക്കെ കാച്ചി കുറുക്കിയല്ലേ കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുത്തേ? എല്ലാം കുറുക്കി കെട്ടി ഒരു സ്പൂണ് പരുവത്തിലിട്ടു. ഇതേ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നാളെ വരും, അല്ല അടുത്ത ആഴ്ച വരും, ഡബ്ബ എടുത്തുകൊണ്ട് അഭിനന്ദനമായിട്ട് ആണല്ലോ. നിങ്ങൾക്ക് കുറച്ചും കൂടി വിശദമായി, കാരണം നമ്മൾ ബ്രില്യൻസ് ആണല്ലോ, അവരെക്കാളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നന്നായി പറഞ്ഞു തന്നല്ലേ പറ്റും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് അപ്രിഷിയേഷൻ മോഡിലേക്ക് പോകണമെങ്കിൽ ഇത്തരം മാറ്റങ്ങളിലൂടെ കടന്നു വന്നേ പറ്റും, ഇല്ലാതെ നടക്കൂല. ഇതിന് കൃത്യമായി നിങ്ങൾ കടന്നു പോകണം. ഓരോ പ്രോസസ്സിൽ കടന്നു പോകണം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 പോകുക തന്നെ വേണം. ആ രീതിയിലേക്ക് പോയാൽ
നമ്മൾ വിട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എപ്പോഴും മറക്കേണ്ടത് നമ്മുടെ ലൈഫാണ്, വിട്ടു കൊടുക്കരുത്. നമ്മുടെ ലൈഫ് കൊണ്ടുപോയിട്ട് അവിടെ ആരോ കെട്ടിയിട്ട കയറിൽ കൊണ്ടുപോയി വെക്കരുത്. അല്ലെ? ആരൊക്കെയോടെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അത് അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി എന്നല്ല. നമ്മൾ പോയിട്ട് ആ വഴിയെ പോകും. എന്നാ പിന്നെ എന്റെ കഴുത്ത് അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് വേണ്ട. നമ്മുടെ ലൈഫ് നമ്മുടേതാണ്. നമുക്ക് ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. വീണ്ടും വീണ്ടും പറയണു, ഞാനിപ്പോ എന്തെങ്കിലും നല്ലതോ മോശവുമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. വേറെ ഒരാൾക്കും അതിൽ പങ്കില്ല. എനിക്ക് ബാങ്കിലെ കടമുണ്ടോ, അടക്കാൻ പറ്റുന്നില്ലേ, ആരാ ഉത്തരവാദി? ഞാൻ തന്നെ വരുത്തി വെച്ചതാ, വേറെ ആരുമല്ല. വേറെ ഒരാളും വരുത്തി വെച്ചാണ്. അപ്പൊ പറയും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പറയും. ഇതൊക്കെ പറയും, എല്ലാം പറയുന്നത് ചെയ്തത് ഞാൻ തന്നെയല്ലേ. അവരോട് ചില സമയത്ത് പറയാൻ പറ്റുന്ന പറയാൻ പറ്റാത്തോണ്ടല്ലേ. അപ്പോ അതിനെ തിരുത്താൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ശരിക്കും തിരിച്ചറിയുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഓർമ്മിക്കാനുള്ളത്. ഇന്ന് ഇതിന് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട തത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ ഇത് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കും. നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്? വളരെ ലളിതമാണ്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ആകർഷിക്കും. എന്താണ്? നിങ്ങൾ എന്താണോ നിങ്ങൾ അതിനെ ആകർഷിക്കും. അപ്പോൾ എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യാതെ നിങ്ങൾ അതല്ല. നിങ്ങൾ ഭൗതികമായി അല്ലെങ്കിൽ നിങ്ങൾ ആന്തരികമായി അതായി മാറാതിരിക്കുമ്പോൾ അതിന് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതായേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ എങ്ങനെയാ ചിലർക്ക് എനിക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ എന്താ ചെയ്തവര്? അവർ ലോട്ടറി അടിക്കുമ്പോൾ വിശ്വസിച്ചിട്ട് ലോട്ടറി എടുത്തത് കൊണ്ടാണ്. ലോട്ടറി എടുക്കുമ്പോൾ അവര് ആന്തരികമായി അത് വിശ്വസിച്ചു, എനിക്കിത് കിട്ടും. ആരെങ്കിലും വിചാരിക്കണ്ടോ കിട്ടാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ലോട്ടറി എടുക്കാറുണ്ടോ? പക്ഷെ എടുക്കുന്നവരുണ്ടല്ലേ, എത്ര പേരുണ്ട്. ലോട്ടറി എടുക്കുമ്പോൾ, ലോട്ടറിയൊക്കെ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഇതുവരെ എന്ന് പറഞ്ഞിട്ടല്ല അധികം ലോട്ടറി എടുക്കാറ്. നമ്മൾ അതായി തീരുക. അപ്പൊ പിന്നെ എങ്ങനെ ലോട്ടറിക്ക് മുന്നിൽ വരാൻ പറ്റുക? സാധ്യമില്ല. എല്ലാവരും ഇത്. എത്ര പേര് ബാങ്ക് ലോൺ എടുക്കുമ്പോൾ കൃത്യമായി ഞാൻ തിരിച്ചടക്കുക തന്നെ ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തിലൂടെ ലോൺ എടുത്തവരുണ്ട്. അങ്ങനെ തൽക്കാലത്ത് എന്റെ ആവശ്യത്തിന് ലോൺ എടുത്ത് കൊടുത്തു, ഇനി അത് അടക്കുമ്പോൾ അപ്പൊ നോക്കാം, ഇങ്ങനെ ചിന്തിക്കാം. അപ്പൊ നോക്കാനില്ല, അപ്പൊ നോക്കാൻ പറ്റൂല. അപ്പോ നമ്മൾ എപ്പോഴും നിങ്ങൾ ചില ആൾക്ക് എക്സെപ്ഷണൽ കേസുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ ഒരു വിഷയമല്ല. അങ്ങനത്തെ ലോൺ വിഷയമേ അല്ല. കൃത്യമായി എടുക്കുന്നവർക്ക് ലോൺ വിഷയമേ അല്ലല്ലോ. ഇറ്റ്സ് ഗുഡ് തിങ്സ്. ഞാൻ എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, എല്ലാ മാസം കൃത്യമായിട്ട് അടക്കും, ഓട്ടോമാറ്റിക് പോകും. അപ്പൊ എന്നോട് ഓഫീസിലെ അക്കൗണ്ടന്റിനോട് ചോദിക്കും, സാറേ എല്ലാ മാസവും ഇതിങ്ങനെ ഓട്ടോ ഡെബിറ്റ് പോകുന്നതിന് പിന്നെന്തിനാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്, ഡെബിറ്റ് കാർഡിന് ഉപയോഗിച്ചാൽ പോരെ? മതി. പക്ഷെ അതൊരു സ്റ്റൈലാണ്, ആയിക്കോട്ടെ. അത് പറ്റിയില്ലെങ്കിൽ എന്താ, നമുക്ക് പിറ്റേ ദിവസം അടക്കാമല്ലോ. അപ്പൊ നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും നമുക്കുണ്ടാക്കുക തന്നെ വേണം. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വികാരങ്ങളും എവിടെയൊക്കെ പോകുന്നു അതെല്ലാം എന്റേതാണ്. അല്ല റാണി? ആ വഴിയെ പോകുന്നതെല്ലാം, നെഗറ്റീവായി പോകുന്നതെല്ലാം എന്റേതാണ്. പോസിറ്റീവായി പോകുന്നതെല്ലാം അയ്യോ അത് എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങൾ എനിക്ക് പരിചയമില്ല കേട്ടോ, അവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, അവരൊക്കെ എനിക്ക് നല്ല പരിചയമാണ്, അവർ വന്ന് പോരട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ വീട്ടിൽ വഴിക്ക് പോകുന്നവരൊക്കെ നമ്മൾ വിളിച്ചു വരുത്തും. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എല്ലാത്തിനും മാറ്റം ഉണ്ടാവാനായിട്ട് എന്നുള്ളത്. ഇനി പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ്, ഏത് കാര്യത്തെ വിഷ്വലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബബിത പിന്നെയും ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത്, രണ്ടാമത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാൻ പൈസ ഉപയോഗിച്ചില്ലെങ്കിലും കൃത്യമായി ലോൺ അടക്കും. അത് ബാധ്യത. അതും പിന്നെയും മനസ്സിനെ കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ്, അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ബിസിനസ് ക്ലാസ്സിന് സമയമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിസിനസ് ക്ലാസ്സിൽ ഇതിനേക്കാളും മറ്റൊരു രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ നിങ്ങളെ മാറ്റാനായിട്ട് സ്വയം തയ്യാറാവുക, എന്നിട്ട് മാറ്റമുണ്ടാക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി തരാം. മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. രാവിലെ മെഡിറ്റേഷൻ ഉണ്ട്, അതിൽ തന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആരും പഠിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത്. ഇതേ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യിപ്പിക്കാനും ആഗ്രഹങ്ങൾ ഉണ്ടാക്കാനൊക്കെ. പക്ഷെ ഭയങ്കര രസമുള്ള കാര്യമാണ് മെഡിറ്റേഷൻ കേട്ടോ. ചാടി ഓടി വരും, പേയ്മെന്റ് അടക്കും,
4 ദിവസം വരും, പിന്നെ ആളെ കാണാനേ സെറ്റായോ, സാറെ തിരക്കായിപ്പോയി, അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് പ്രതികരിച്ചു പോകും. അടുത്ത മാസം നോക്കുമ്പോൾ അവരില്ലേ ഇല്ല. സെറ്റായ ലൈഫ് സെറ്റായി. എങ്ങോട്ട് സെറ്റായി? പഴയ പോലെ വീണ്ടും സെറ്റായി. പിന്നെ എന്തിനാ വരുന്നത്? നിങ്ങളൊരു തീരുമാനം എടുക്കൂ. നിങ്ങൾക്ക് ലൈഫ്, നമുക്ക് ലൈഫിൽ മാറ്റം വേണം. തീരുമാനം എടുക്കൂ. ടേക്ക് എ ഡിസിഷൻ, ഡു ഇറ്റ്. അത് മറക്കരുത്. ഇതിന് കോംപ്രമൈസ് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മളെ നിർത്താൻ പറ്റില്ല, പിന്നെ ആരാ നമ്മളെ നിർത്തുക? ആ ഒരു തീരുമാനം എടുത്തിട്ട് കൃത്യമായി വരിക. 2020 മെഡിറ്റേഷൻ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് ലക്ഷ്യമാക്കാം. അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് പഠിച്ച് കുറച്ചും കൂടി. ബിസിനസ് ക്ലാസ് ഈ ബാച്ച് കഴിയില്ല. ഞങ്ങൾ ഈ ബിസിനസ് ബാച്ചിന് പ്രത്യേകതയുണ്ട്. ഇത് കഴിയില്ല. ഇത് കണ്ടിന്യൂസ് പോക്കാണ്. ഇത് മെമ്പർഷിപ്പ് ബാച്ചാണ്. ഇടയ്ക്ക് വെച്ച് കയറാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റില്ല. പോയവർ അതിലേ പോകും. പിന്നെ 1 മാസം പോയിട്ട് തിരിച്ചു വരച്ച ഒന്നും മനസ്സിലാവില്ല. ഒരു പ്രോസസ്സാണ് ബിസിനസ് ക്ലാസ് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഇപ്പൊ പറഞ്ഞപ്പോ. ഇടയ്ക്ക് വെച്ച് കയറി വരാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാച്ച് ആയിട്ടല്ല, ഇത് കോഴ്സ് ആയിട്ടല്ല, കണ്ടിന്യൂസ് മെന്റർഷിപ്പ് ആണ്. 1 ഇയർ വരെ ഒറ്റ പോക്കങ്ങ് പോകും. അത്രയും ലോങ്ങിലാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് എത്രയുള്ള സമയമായി. മറ്റേ ക്ലാസ്സിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും റെഡി ആവുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ. ബാക്കി ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാം റെഡി ആയി നിൽക്കുക, അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ, മെയിൻ ഗ്രൂപ്പിലൊക്കെ നിങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റേ ആൾക്കാർ, ഓ നിനക്ക് എത്ര കിട്ടിയല്ലേ, എന്നാ എനിക്കൊരു 5000 രൂപ അയച്ചു തരുമെന്നിട്ട് ഒറ്റ ആൾ ചോദിച്ചു പോകരുത്. ദയവ് ചെയ്ത് ഇത്തരം പരിപാടികൾ ചെയ്യരുത് ഗ്രൂപ്പിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. നിങ്ങൾ ഹാപ്പി ന്യൂസ് ഗ്രൂപ്പിൽ പറയുമ്പോൾ തന്നെ 2020 മെഡിറ്റേഷൻ ഉടനെ തന്നെ തുടങ്ങും. അഡ്മിനെ ബന്ധപ്പെട്ടോളൂ, സമയം തരും കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ആൾ. സമയം പോയതുകൊണ്ട് ഓക്കെ, താങ്ക് യു.